ഇന്ന് ഓഗസ്റ്റ് 15. സോ എന്നത്തെയും പോലെ ഇന്നത്തെയും കുറച്ച് മേജർ സയന്റിഫിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് പരിചയപ്പെടുന്ന മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട 5 ഇവന്റ്സ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ നിങ്ങൾക്കറിയാം, ഓഗസ്റ്റ് 15, ഇൻഡിപെൻഡൻസ് ഡേ. ഓരോ ഭാരതീയനും തൻ്റെ ഉള്ളിൽ അഭിമാനം കൊണ്ട് നിറയേണ്ട ആ മഹത്തായ ദിവസം. അതെ, ഓഗസ്റ്റ് 15, ഇൻഡിപെൻഡൻസ് ഡേ. രാജ്യം 77ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ദിനം. രാജ്യമെമ്പാടും ത്രിവർണ്ണ പതാക പാറുമ്പോൾ ഓരോ ഇന്ത്യക്കാരനിലും രാജ്യസ്നേഹത്തിന്റെ അലയൊളികൾ ആഞ്ഞടിക്കും. ഈ ദിവസം രാജ്യത്തുടനീളം വിവിധ ആഘോഷ പരിപാടികൾ ഉണ്ടാകും. സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും പൊതുസ്ഥലങ്ങളിലും ദേശീയ പതാക ഉയർത്തും. 200 വർഷങ്ങൾ നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ മോചനം നേടിയത്. ആ ഒരു ചരിത്ര ദിനത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ബ്രിട്ടീഷ് ദുർഭരണത്തിനെതിരെ ജീവനും ജീവിതവും സമർപ്പിച്ച നിരവധി സമരസേനാനികളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി അതിന്റെ 5ാം സമ്മേളനത്തിനായി ഓഗസ്റ്റ് 14 രാത്രി 11 മണിക്ക് ന്യൂഡൽഹിയിലെ ഭരണഘടനാ ഹാളിൽ യോഗം ചേർന്നു. പ്രസിഡന്റായ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഈ സെഷനിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ട്രൈസ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗം നടത്തി. When we shall redeem our pledge, not wholly or in full measure, but very... ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പുതുജീവിതത്തിലേക്കും ഫ്രീഡത്തിലേക്കും ഉണരുകയാണെന്ന് പറഞ്ഞ് നടത്തിയ പ്രസംഗമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ പ്രസംഗങ്ങളുടെ ആദ്യത്തെ അധ്യായം. ഇനി മറ്റു കുറച്ച് ഇവന്റ്സ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം, അല്ലേ? സെക്കൻഡ് വൺ, വോയേജർ 1. 2006 ഓഗസ്റ്റ് 15 സൂര്യനിൽ നിന്ന് 100 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്സ് അകലെയുള്ള മനുഷ്യനിർമ്മിത വസ്തുവായി വോയേജർ 1 മാറിയത്. അതായത് ഭൂമിയേക്കാൾ 100 മടങ്ങ് കൂടുതൽ സൂര്യനിൽ നിന്ന് ഏകദേശം 15,000 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് വോയേജർ എത്തിയത്. ഇത്രയും വലിയ ദൂരത്തിലായതിനാൽ സൂര്യൻ എന്നത് ഒരു മിയർ പോയിന്റ് ഓഫ് ലൈറ്റ് മാത്രമാണ്. അതിനാൽ സൗരോർജം ഒരു ഓപ്ഷൻ അല്ല. പക്ഷേ ന്യൂക്ലിയർ പവർ സോഴ്സ് ഉള്ളതിനാൽ വോയേജർ 1 വിവരങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. ഏകദേശം 46 വർഷം മുമ്പ് 1977 സെപ്റ്റംബർ 5 വോയേജർ പേടകം വിക്ഷേപിച്ചത്. തേർഡ് വൺ, പനാമ കനാൽ ഓപ്പൺ. 1914 ഓഗസ്റ്റ് 15 അറ്റ്ലാന്റിക്കിൽ നിന്ന് പസഫിക് ഓഷ്യനിലേക്ക് പോകുന്ന ഒരു അമേരിക്കൻ കപ്പലാണ് പനാമ കനാൽ ഔദ്യോഗികമായി തുറന്നത്. ഈ ഒരു കനാലിന് വേണ്ടി ഭൂമി ലഭിക്കുന്നതിനായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു കലാപം തന്നെ അഴിച്ചുവിട്ടിരുന്നു. ഇത് കൊളംബിയയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പനാമികളെ നിർബന്ധിതരാക്കി. പനാമ കനാൽ നിർമ്മിക്കുന്നതിന് മുമ്പ് തെക്കേ അമേരിക്കയിലെ കേപ്പ് ഹോണിലൂടെയാണ് കടൽ വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നത്. ഫോർത്ത് വൺ, ഹലോ. 1877 ഓഗസ്റ്റ് 15 തോമസ് എഡിസൺ ഹലോ എന്ന ആ ഒരു ടെലിഫോൺ ഗ്രീറ്റിംഗ് ആദ്യമായി അവതരിപ്പിച്ചത്. അലക്സാണ്ടർ ബെൽ നിർദ്ദേശിച്ച അഹോയ് അഹോയ് എന്നതിന് പകരം ടെലിഗ്രാഫ് കമ്പനിയുടെ പ്രസിഡന്റിനോട് ഹലോ എന്ന് ഉപയോഗിക്കാൻ അദ്ദേഹം നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. ആൻഡ് ദ ഫിഫ്ത് വൺ, ചിക്കാഗോ ഫ്രൈറ്റ് ടണൽ. 1906 ഓഗസ്റ്റ് 15 US-ലെ ആദ്യത്തെ ഫ്രൈറ്റ് ഡെലിവറി ടണൽ സിസ്റ്റം, ചരക്ക് വിതരണ ടണൽ സംവിധാനം ചിക്കാഗോയിലെ ഇലിനോയ്സിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ മുഴുവൻ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം 1907 സെപ്റ്റംബർ 1 വരെ പൂർത്തിയായില്ലായിരുന്നു. പൂർത്തിയായ സംവിധാനം 1908 ജനുവരി 2 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതുപോലെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഈ ദിവസത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ഇവന്റ്സ് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. സോ ഇതേപോലെ മറ്റു പല ഇവന്റ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.